ഇതാണ് സുരേഷ് ഗോപി. അതായത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പോരാടുന്ന ഒറ്റക്കൊമ്പൻ. തൃശൂരിൽ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ പഠിച്ച പണി 18 പലരും നോക്കി. എന്നിട്ടും ഒരു വിധത്തിലും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. സുരേഷ് ഗോപി ലൂർദ് മാതാവിന് കൊടുത്ത കിരീടം ചെമ്പാണെന്ന് വരുത്തി തീർത്തു. ഒരു മാധ്യമ പ്രവർത്തക സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകി. അങ്ങനെ തിരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിയെ തകർക്കാൻ നിരവധി തന്ത്രങ്ങളാണ് വലത് ഇടതുപക്ഷങ്ങൾ നടത്തിയത്. പക്ഷേ ആ തന്ത്രങ്ങളെല്ലാം പൊട്ടിപ്പാളിസാകുന്നതാണ് കണ്ടത്. എയിംസ് കേരളത്തിൽ വരുമെന്ന ഇടതുപക്ഷം ഒരാവർത്തി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, വലതുപക്ഷവും. പക്ഷേ സുരേഷ് ഗോപി ജയിച്ചുടനെ കേന്ദ്ര സഹമന്ത്രിയായ ഉടൻ തന്നെ പ്രഖ്യാപിച്ചത് എയിംസ് മുഖ്യമന്ത്രി എവിടെയാണോ സ്ഥലം കണ്ടത് അവിടെ തന്നെ വരുമെന്നാണ്. അതായത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ചങ്കുറപ്പുള്ള നേതാവാണ് സുരേഷ് ഗോപി. ഒരുപക്ഷെ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ ജയിപ്പിച്ചത് ക്രൈസ്തവ വോട്ടും ഇടതുപക്ഷത്തിന്റെ വോട്ടും കോൺഗ്രസിന്റെ വോട്ടും ഒക്കെയാണ്, BJPയുടെ മാത്രമല്ല. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെയല്ല, വ്യക്തിയെയാണ് തൃശ്ശൂർക്കാർ ഇത്തവണ തങ്ങളെ നയിക്കാൻ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. തങ്ങൾക്ക് ഒരു നായകൻ വേണം, തങ്ങളുടെ മണ്ഡലത്തിന് വികസനം ഉണ്ടാകണം, അത് വരണമെങ്കിൽ സുരേഷ് ഗോപി ജയിക്കണമെന്ന ഒന്നടങ്കം തൃശ്ശൂർക്കാർ തീരുമാനിച്ചു. കൂടെ നിൽക്കുന്നവർ തന്നെ പാര പണിയുന്ന ഒരു രീതി വരെ ഒരു സമയത്ത് സുരേഷ് ഗോപിക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ അതിലൊന്നും പതറാതെ ഒറ്റക്കൊമ്പനായി നിന്നുകൊണ്ട് സുരേഷ് ഗോപി നേടിയെടുത്തത് 70,000-ത്തിലധികം വോട്ടുകളാണ്. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും കണ്ണ് തള്ളിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അത്. വരും തിരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ BJPക്ക് വിജയ സാധ്യത കൂടുന്നതും സുരേഷ് ഗോപിയുടെ ഈ ഒരൊറ്റ വിജയം കൊണ്ട് തന്നെയാണ്. സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വികസനങ്ങൾ അത് തന്നെയായിരിക്കും ഇനി ജനങ്ങൾ വിലയിരുത്തി മറ്റു മണ്ഡലങ്ങളിലും BJP വന്നാൽ എങ്ങനെയാകും ഉണ്ടാകുക, എന്തൊക്കെ വികസനങ്ങളാകും ഉണ്ടാവുക, തങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങളാകും ഉണ്ടാകുക എന്ന് തീരുമാനിച്ചു തന്നെയാകും അവർ മുന്നോട്ട് പോകുന്നത്.